ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശോകനെ ദ്രോഹിച്ച് ആ ഒരു താക്കോൽ കൈപ്പറ്റാണ് കേട്ടോ. എന്നാൽ ഈ സമയം അശോകൻ ഒരുപാട് തവണ ഇത് ചൂണ്ടിക്കാണിക്കാൻ നോക്കും, എന്നെ രക്ഷിക്ക് ചന്ദ്രി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സമയമൊക്കെ വെള്ളം കൊടുത്തും ഭക്ഷണം കൊടുത്തും ഒക്കെ ചന്ദ്രയുടെ മുന്നിൽ ഈ സീനങ്ങ് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ സമയം ചന്ദ്രി പറയുന്നുണ്ട്, ഏട്ടൻ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്തായിരിക്കും ഏട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചന്ദ്രി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയമൊക്കെ ഇവിടെ രേണുക വെള്ളം കൊടുത്തു അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ്ട് ഒഴിവാക്കുകയാണ്, ഒന്നും പറയാനില്ല എന്നുള്ളതാക്കി തീർക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തൻ്റെ ആങ്ങളൊക്കെ പറയാനുള്ളത് കേൾക്കാൻ പറ്റാതെ പോവാണ്. പിന്നീട് ശിവാനി പതിയെ റൂമിലോട്ട് കയറി അവിടെ ചെക്കിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് എനിക്ക് പൂജ ചെയ്യാനുണ്ട്, പൂജാമുറിയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ. പിന്നീടാണെങ്കിൽ അശോകൻ എത്ര ശബ്ദം ഉണ്ടാക്കിയാലും ചന്ദ്ര കേൾക്കില്ല. അങ്ങനെ ഈ സമയം രേണുകയും അതുപോലെ ശിവാനിയും കൂടി ആ അലമാറ തുറന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാഗും ഷെൽഫും എല്ലാം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ഈ ആധാരം കാണുന്നില്ല. അപ്പോൾ കാണാം അവിടെ നിന്ന് നിധിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന കേട്ടോ. വീട്ടിൽ തന്നെ കള്ളന്മാരുള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ നിധി പാടുന്നുണ്ട് കേട്ടോ. ആ സമയം അതിങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ ശിവാനി പറയുകയാണ്, നിധിയുടെ സൗണ്ടാണല്ലോ അമ്മ, അവൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് രേണുകയോട് ചോദിക്കുമ്പോൾ ആണല്ലോടി അവളുടെ സൗണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് പുറത്തോട്ട് കിടക്കുമ്പോൾ കാണാം അവിടെ നിഖിലും ചന്ദ്രയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചും കൊണ്ട് അശോകൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നതിനോട് കൂടി ഈശ്വര ഇവിടെ എന്താപ്പം ഉണ്ടായതെന്നറിയാതെ ഇങ്ങനെ ആകെ പകച്ച് നിന്ന് പോവുകയാണ് കേട്ടോ ഇവർ. അപ്പോൾ ഉടൻ തന്നെ നിഖിൽ എന്ത് ചെയ്യുന്നു, വീഡിയോ കോളിൽ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് നിധിക്ക്. അങ്ങനെ നിധി ഇങ്ങനെ പറയണേ, എന്താടി നീ തിരഞ്ഞ ആധാരം ഇവിടെ കിട്ടിയില്ലേ, എൻ്റെ അമ്മാവനെ ഇത്രയും ദ്രോഹിച്ചിട്ട് നീ തിരഞ്ഞ ആധാരം നിനക്ക് കിട്ടിയില്ലേ, തിരയടി പോയിട്ട് തിരഞ്ഞോ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു, തിരഞ്ഞാലും ഇനി എങ്ങനെ ഇട്ട് തിരഞ്ഞാലും അവിടെ ആധാരം കിട്ടില്ല, കാരണം ഇങ്ങോട്ട് നോക്കിയത് എൻ്റെ കയ്യിലാണ് ആധാരം, നിന്നെ പേടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ്. കള്ളന്മാർ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ പിന്നീട് കള്ളൻ്റെ മുന്നിലെല്ലാം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടാ. അപ്പോൾ ഈ സമയം നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ അമ്മാവിനെ നീ വിറ്റ് ജീവിക്കാമെന്ന് കരുതിയോ, എന്നാൽ അതില്ലടി, എൻ്റെ അമ്മാവിനെ ഈ ഒരു രൂപത്തിലായാൽ എനിക്കിനി ശിക്ഷ ഞാൻ വിധിക്കാൻ പോകുമെന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം രേണുകയും അതുപോലെ തന്നെ ശിവാനി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിഖിലും ചന്ദ്രയും കേട്ടോ. എത്ര അടിച്ചിട്ടും കുത്തിയിട്ടും കാര്യമില്ലല്ലോ, ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ എവിടെയും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാനെന്നുള്ള ആ ഒരു രൂപത്തിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗൗതമിനെയാണ്. ഗൗതമിൻ്റെ അടുത്തോട്ട് പാറു വന്നിരിക്കുകയാണ്. അപ്പം നിധിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമിനോട് പറയാണ്, പാറു എന്തിനാ മക്കളെ നിങ്ങൾ വെറുതെ വസുന്ധരയെ വെല്ലുവിളിക്കാൻ പോയത്, വസുവിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, അവളെ എല്ലാവരെയും കൈക്കലാക്കും, അതുകൊണ്ട് തന്നെ അവൾ പണം കൊണ്ട് എറിഞ്ഞ് എല്ലാവരെയും കൈക്കലാക്കും, ആ സമയം എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകന്നു പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിൽക്കും, ഞങ്ങൾ ആ പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഞങ്ങൾ വാങ്ങിയിരിക്കും, അത് പാറു അത് പേടിക്കണ്ട എന്ന് ഗൗതം പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നിധിയും പറയാം, ഞങ്ങൾ വാങ്ങിയിരിക്കും, നീ പേടിക്കണ്ട, പാറു പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും ശിവാനിയെ രേണുകയാണ്, ഇനി എന്താ ചെയ്യുക, എല്ലാ ഭാഗവും അവൾ ലോക്ക് ചെയ്യാണല്ലോ, അവൾക്കിട്ട് ഒരു ഉഗ്രം പണി കൊടുക്കണം, ഇനി ഇത് ഇങ്ങനത്തെ കളി കളിച്ചിട്ട് കാര്യമില്ല, അവൾക്ക് നല്ലൊരു പണി കൊടുത്താൽ അവൾ ഇനി ഒതുങ്ങുകയുള്ളൂ എന്നുള്ള ഭാഷയൊക്കെ ശിവാനിയുടെ ഉള്ളിൽ വരും കേട്ടോ. അപ്പോൾ രേണുകയും പറയുന്നത് ശരിയാണ്, അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് രേണുകയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണാം വസുന്ധര ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഗൗതം അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്ന കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്, കാരണം ആ വീട്ടിൽ ഗൗതം തന്നെയാണല്ലോ അമ്മയെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേ എന്നുള്ള ആ വിളിച്ച് വരുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഉടൻ തന്നെ എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ വസുന്ധര ഇരുന്നോട് എണീറ്റിട്ട് മോൻ എന്നിങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം അമ്മേ എന്ന് പറയുക. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുന്ധര ഞാനില്ലടാ നിൻ്റെ അമ്മ, നീ എന്താടാ ഇങ്ങനെ അമ്മയെ വിളിക്കുന്നത്. അപ്പോഴേക്കും നിധി പറയണേ, നിങ്ങളാണോ അമ്മ, പെറ്റമ്മയുടെ സ്ഥാനം നിങ്ങൾക്കറിയില്ലല്ലോ, 10 മാസം വയറ്റിലിട്ട സ്നേഹവും അതുപോലെ ഒരു മകനെ വളർത്തിണ്ടാക്കുന്ന സ്നേഹവും അത് രണ്ടാണ്. അമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയുന്നവരെ മാത്രമേ അമ്മ വിളിക്കാൻ പാടുള്ളൂ. അത് കേൾക്കുന്ന നിധിയുടെ വാക്ക് കേട്ടാൽ വസുന്ധരക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കടി. അപ്പോൾ പാറുവാണെങ്കിലോ ഇങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഗൗതം ഈ അമ്മ എവിടെ പോയിട്ടാണ് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാറു ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട്, ആരെയാണ് ഗൗതം വസു സംസാരിച്ചിട്ടും വസുവിനോട് അമ്മയെന്ന് വിളിക്കുന്ന വസുവിനോട് തിരിച്ചു പറയാതെ പിന്നെയും അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് എന്നറിയാതെ പാറു പുറത്തോട്ട് വരികയാണ് കേട്ടോ. പാറു വരുമ്പോൾ കാണുന്ന കാഴ്ച, അമ്മ എന്തേ കാണിച്ചിരുന്നതെന്ന് ഗൗതം ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതമിനോട് പാറു ചോദിക്കാം, മോനെ നീ
എന്താ എന്നെയാണോ അമ്മ വിളിച്ചത്? പിന്നെ എൻ്റെ അമ്മയല്ലാതെ പിന്നെ ഞാൻ ആരെയും വിളിക്കണത്? 10 മാസം വയറ്റിലിട്ടിട്ടില്ലെങ്കിൽ 10 മാസം വയറ്റിലിട്ട ആ ഒരു ഇതോട് കൂടിയിട്ടല്ലേ എൻ്റെ അമ്മ എന്നെ നോക്കിയത്. അപ്പോൾ പിന്നെ പാറു എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇനി എൻ്റെ അമ്മ മതി എന്ന് പറയണേട്ടാ. അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ വസുന്ധരയ്ക്ക്. വസുന്ധര ഇങ്ങനെ കാലി അടങ്ങുന്നില്ല. അവിടെ തന്നെ നിധി പറയുന്നത് ശരിയല്ലേ, പെറ്റമ്മയുടെയും മക്കളുടെയും മനസ്സറിയുന്നവരല്ലേ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ അമ്മയെന്ന് വിളിക്കുന്ന വാക്കിന് എന്തർത്ഥമുള്ളത്? ആ വാക്കിൻ്റെ അർത്ഥം അറിയുന്നവരല്ലേ അമ്മയെ വിളിക്കേണ്ടത്. അപ്പോൾ ഇതും കൂടി അങ്ങ് കേൾക്കുമ്പോൾ ദേഷ്യം സഹിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഗൗതമാണെങ്കിലോ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ വസുന്ധരയാണെങ്കിലോ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ വസുന്ധര ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം തൻ്റെ പാറുവിനെ അമ്മേ എന്ന് വിളിക്കുമ്പോൾ പാറു ഗൗതമിനെ കെട്ടിപ്പിടിക്കാനായിട്ട്, പൊന്നു മോനെ ഈ ഒരു വിളിക്ക്, നീ നിൻ്റെ ഇഷ്ടത്തിന് വിളിക്കുന്ന ഈ വിളിക്ക് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് നീ എന്നെ അമ്മയെന്ന് വിളിക്കാൻ കാരണം എന്നാ? ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അമ്മയെന്ന് വിളിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി വസു ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആദ്യം കൊടുക്കുന്നത് ഇങ്ങനെ വസുന്ധരയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോക്സ് പാറു തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ പാറു പറയുകയാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട കളർ സാരിയാണല്ലോ നീ എനിക്ക് എടുത്തിരിക്കുന്നത്, ഇതെൻ്റെ അമ്മ ചുറ്റിക്കാണ്, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, മതി മോനെ, ഈ ഒരു ചെറിയ സമ്മാനമാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടം. അയ്യോ അതിൽ നിർത്തിയിട്ടില്ല, ഞാൻ വേറൊരു സമ്മാനം കൂടി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സമ്മാനം ഇങ്ങനെ എടുത്ത് തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട്, അതൊരു സ്വർണ്ണാഭരണ പെട്ടിയായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ വസു ഇങ്ങനെ നോക്കുകയാണ്. തന്നെ ഇതുപോലെ സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, തനിക്ക് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഗൗതം കാണിക്കുന്ന പാറുവിനെ. അപ്പോൾ അത് സഹിക്കാനാവാതെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പാറു ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിലൊരു മാലയും ഒരു ലോക്കറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞു ലോക്കറ്റും കുഞ്ഞു മാലയായിരിക്കും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, അമ്മേ ആ ലോക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത അമ്മേ, അതിൽ നിന്നും അമ്മയ്ക്ക് മനസ്സ് നിറയുന്ന ഒരു സമ്മാനം തന്നെ കിട്ടുമെന്ന് പറയട്ടോ. ആ സമയം ഉടൻ തന്നെ പാറു ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഗൗതമിൻ്റെ ഒരു ഫോട്ടോവും ഇപ്പുറത്തെ സൈഡ് പാറുവിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും കേട്ടോ. ഇത് കാണുന്ന പൊന്നുമോനെ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതം പറയണേ, ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇനി ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പോട്ടെ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ, നീ എവിടോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ വസുന്ധരയുടെ മുന്നിൽ വെച്ച് പാറുവിനോട് പറയുന്നുണ്ട്, ആ വസ്തു ഞങ്ങൾ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ അവിടെ അനാഥാലയം തുടങ്ങണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തുടങ്ങിയിരിക്കും, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഞങ്ങളുടെ പേരിൽ തന്നെ ആവുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി വസുവിനെയും CKCയെയും ആ ട്രാപ്പിലാക്കി ആ വസ്തു നിധിയുടെ പേരിൽ വാങ്ങിക്കൊടുക്കുന്ന കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.